ഹായ് ഫ്രണ്ട് സ്റ്റോറി ഇട്ട് പോവാം. നമ്മൾ ദിയെ കുറച്ച് എണിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു സുന്ദരൻ ചെക്കൻ വാന്ന് വിളിക്കുക. ദിയ അയ്യോ അയ്യോ ആരാ നീ? ഇല്ല ഞാൻ ആരാ നിനക്ക് പറയാം, ഇങ്ങോട്ട് വാ എന്ന് വിളിക്കായിരുന്നു. അങ്ങനെ ദിയ ആ പ്ലേസിൽ പോയിരുന്നു. ദിയാക്ക് അതെ ദിയ നോക്കിയായിരുന്നു. ദിയ നോക്കുമ്പോൾ അതിലൊരു കുട്ടിയൊരു ഫാരിയായി മാറിയായിരുന്നു. അയ്യോ ഫാരിയാ? അതെ ഞാനൊരു ഫാരിയാണ്. അല്ലമ്മ നിനക്കൊരു ഒരു ഞാൻ ഒരു കാത്തം പോവാ ഇത് നീ നോക്കുന്നത്. നമുക്ക് ദിയ നോക്കരുത്. ദിയ നോക്കുമ്പോൾ ദിയൻ്റെ മുൻജന്മം, അതെ മുൻജന്മത്തിൽ ദിയ ദിയ ഒരു ദിയ നോക്കരുത്. ടച്ചമ്മ ദിയക്ക് കണ്ണ് ആ പ്ലേസ് പോയി ദിയ ദിയ നോക്കും ഷാക്കെന്ന്. ഇതേത് പ്ലേസ് നോക്കുമ്പോൾ അവിടെ ഒരു നല്ല സുന്ദരനായ ചെക്കനുണ്ടായിരുന്നു, ഹാൻസമായിട്ട്. ദിയ വെച്ച് കണ്ണെടുക്കാതെ നോക്കണം. ആ ഹാൻസം ആയിട്ടുണ്ടല്ലപ്പ എന്ന് പറയായിരുന്നു. ദിയ ആ പ്ലേസ് ദിയ പോയിരുന്നു. അതെ അവിടെ ഒരു അതൊരു മാജിക് വേൾഡ് ആയിരുന്നു. അപ്പോൾ ദിയ അടുത്ത് പോയിരുന്നു. ജേഹു പറയായിരുന്നു, ബേബി എത്ര നേരമായി നിന്നെ കാക്കായിരുന്നു. ദിയൊക്കെ ഒന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ബേബി ബാ നമ്മൾക്ക് നാളെ കല്യാണമാണ്, നിനക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ആ ഗിഫ്റ്റിൽ നോക്കുമ്പോൾ ഒരു റിങ്ങും അതിലൊരു മാജിക് ഒരു വേർഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെഴുതി ഒന്ന് കൊടുത്തായിരുന്നു ദിയാക്ക് ഒന്നും മനസ്സിലായില്ല. ദിയ എടുത്തു നോക്കുമ്പോൾ ഐ മിസ് യു ബേബി എന്ന് എഴുതിയായിരുന്നു. മിസ്സിങ്ങോ എന്ന് ജേഹോബ് മിസ്സിങ് ചെയ്ത ജേഹോബ് പറയായിരുന്നു. ശരി ദിയ ഞാൻ വരാമെന്ന് പറഞ്ഞ് ദിയോടെ കണ്ണിൽ തണ്ണി എറിഞ്ഞ് ജേഹോബ് പോയിരുന്നു. ജേഹോബ് മാരേജ് കാര്യം പറഞ്ഞ് പോയിരുന്നു. അങ്ങനെ ജേഹോബ് ഇരിക്കായിരുന്നു. സോറി ബേബി എനിക്കെന്നെ കാണാൻ പറ്റില്ല, നാളെ അവിടെ പോയാൽ അതിനെനിക്ക് രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ദിയഹപ്പ് അവിടെ പോയായിരുന്നു. അങ്ങനെ ദിയ വെയിറ്റ് ചെയ്ത് കാക്കുമായിരുന്നു ദിയക്ക്. അപ്പോൾ ദിയക്ക് ഒരു ന്യൂസ് വന്നായിരുന്നു, ജേഹുവിനെ കൊന്നു കളഞ്ഞു. അതെ എതിർത്ത നാട്ടിലത്തെ രാജാവാണ് ജേഹുവിനെ കൊന്നത്. അപ്പോൾ ജേഹുവിനെ കൊന്നു കളഞ്ഞ് ജേഹുവിനെ തേടി പോയപ്പോൾ ജേഹുബ് അവിടെ മയങ്ങി വീണായിരുന്നു. അവിടുത്തെ എതിർത്ത രാജാവുക്ക് എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പറയാതെ നിനക്ക് അപ്പുറത്ത് പോയിട്ട് ആ കുട്ടീനെ കല്യാണം കഴിക്കണം പറഞ്ഞു. പിന്നെ അവിടുത്തെ വില്ലി വന്ന് ഹീറോയിനെ കൊന്നു കളഞ്ഞു. അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞു പോയായിരുന്നു. ഇതാണ് ഷോക്കായിരുന്നു. എന്താ ഇതാണ് ഞങ്ങൾ ഫ്ലാഷ് ബാക്ക് അങ്ങനെ പറഞ്ഞ് ദിയാക്ക് ഷോക്കായിരുന്നു. ദിയാക്ക് ഷോക്കായി. ദിയ ഒരു ഇന്ത്യൻ ഗേളായിരുന്നു. അതുകൊണ്ട് ആ വേൾഡ് അതിൽ കുറച്ച് മാജിക് വേൾഡ് ആയിരുന്നു. അതുകൊണ്ട് ദിയാക്ക് എല്ലാം കണ്ണിൽ തണ്ണി വരാൻ തുടങ്ങിയായിരുന്നു. മുൻ ജന്മത്തത് അവർ വീണർ ജനിക്കുന്ന അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല, ഈ ജന്മത്തിൽ നിങ്ങൾ മാത്രം ഒന്നിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫാരി കണ്ടു കേൾക്കായിരുന്നു. ഇല്ല ഫാരി എന്നെ മാതിരി അവനക്ക് ഓർമ്മ ഇരിക്കോ? ഇല്ലമ്മ അവനക്ക് ഓർമ്മ ഉണ്ടാവോ ഇല്ലേ എനിക്കറിയില്ല എന്നെ ഫാരി പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്നെ കണ്ണു തുറന്ന് കരയാൻ തുടങ്ങിയായിരുന്നു. ഹീറോ യഥാർത്ഥ വീട്ടിൽ വരുമായിരുന്നു. ഹീറോയിനോട് രാവിലെ ആയിരുന്നു, എന്ത് പറ്റിയതിയാ? ഇല്ലടി എനിക്ക് ഡ്രീമിൽ നടന്ന കാര്യമല്ല പറഞ്ഞു. ഹീറോ ചോദിക്കാം, എടി നീ ഫാൻറ്റസ്റ്റി സ്റ്റോറി നോക്കിയാൽ കൊണ്ട് നിനക്ക് ഏത് ഡ്രീം വരാം, പോടി ഒന്ന് ജോക്കെന്ന് പറയണ്ട. പൂജ പറഞ്ഞ ദിയൊക്കെ ഒരു മനസ്സ് മറിയായിരുന്നു. എന്താ ഇത്? ദിയ ഒരു റൈറ്ററാണ്. അതെ ഒരു റൈറ്ററായിരുന്നു. അങ്ങനെ സ്റ്റോറി ചെയ്യാം ദിയ. അതെ ഒരു റൈറ്ററാണ്. അങ്ങനെ ദിയ ഒരു സ്റ്റോറി എഴുതിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുക്കുക. കഷ്ടപ്പെട്ട് ഡ്രോയിങ് കഴിച്ചു. ഹീറോയ്ക്ക് ഒരൊന്നും അറിയില്ലായിരുന്നു. ഹീറോയി പഠിക്കാൻ പോയിരുന്നു. അങ്ങനെ ഹീറോ അത് കൊടുത്ത് നോക്കുമ്പോൾ ഇതിലൊരാൾ നോക്കി ഷോക്കായിട്ട് അതെല്ലാം വായിച്ച പിന്നെ ഒരു സ്മക്ക് ചെയ്തായിരുന്നു. അതെ നമുക്കിപ്പോൾ ഹീറോയിനെ നോക്കാം. ഹീറോയ്ക്കും ടാഡാന്ന് എന്ന് പറഞ്ഞതായിട്ട് ഉറങ്ങായിരുന്നു. അതേമാതിരി കുറച്ച് വ്യത്യാസമാണ്. ഹീറോ ഉറങ്ങിയപ്പോൾ ആരപ്പാ ഹീറോ ഉറങ്ങുമ്പോൾ ഹീറോയിനെ എടുത്തുകൊണ്ട് പോകുന്ന മാതിരി ഹീറോയ്ക്ക് ഫീലായി. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഹാൻസമായ ഒരു ബോയ് ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയാണ്. നീ ആരടാ വീടിടാ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ട് നിന്നെ തേടി വരും ബേബി എന്ന് പറഞ്ഞ് ഹീറോയിനെ കിസ് അടിക്കായിരുന്നു. വിടടാ നീ ആരാന്നേറെ ഹീറോയിനെ പിടിച്ച് കിസ് അടിക്കായിരുന്നു. പിന്നെ കാണാൻ പറ്റില്ല, ഒരു മാസ്ക് ഇട്ടായിരുന്നു. മറിഞ്ഞു കിടന്ന് പോയിരുന്നു. ഹീറോയിൻ നെറ്റി അടിച്ചായിരുന്നു. അയ്യോ 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 എന്ന് പറഞ്ഞു. ഐ മിസ് യു എന്ന് പറഞ്ഞു കിടന്ന് പോയി. ഹീറോയ്ക്ക് ബേബി എന്ന് പറഞ്ഞു കിടന്ന് മറന്നു പോയി. ഹീറോയ്ക്ക് പേടി പിടിക്കായിരുന്നു. അയ്യോ പ്രേതം എന്ന് വെച്ചുണ്ടാക്കാൻ ദിയ ഓടി വന്നു. ദിയ പറഞ്ഞു, ചേച്ചി ഇവിടെ ഒരു പ്രേതമുണ്ട് ചേച്ചി, നിനക്കെന്തിനു പറ്റി? നടന്ന കാര്യം പറഞ്ഞു. നിനക്ക് കുറച്ച് വ്യത്യാസം, എനിക്കൊരു കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞ് ദിയ മനസ്സിലാക്കാം. എന്തോ ഒന്നിരിക്കുമോ നമുക്ക്, ഇവൾക്ക് ഇങ്ങനെ നടക്കല്ലോ. എന്താടി ജിമ്മിൻ്റെ ഡ്രാമ നോക്കിയോ? മൂവിയോ നോക്കിയോ? ഇല്ല ചേച്ചി എനിക്കെന്നും നടക്കാൻ പോകുന്നു അറിയില്ല.
എന്ന് പറഞ്ഞിരുന്നായിരുന്നു. രണ്ടുപേരും സംസാരിക്കുന്നു. ഇത് ഗ്രാൻഡ് പാൻ്റെ കാതിൽ വീണു. എന്ത് ഇവർ ഗ്രാൻഡ് പാക്ക് ഒന്നും മനസ്സിലായില്ല. ഇവർക്ക് എന്ത് സംഭവിച്ചു? അവർ എന്ത് സംസാരിക്കും ഗ്രാൻഡ് പാക്ക് മനസ്സിലായിരുന്നു. ശരി, ഓക്കെ. ഗ്രാൻഡ് പാ റൂമിൻ്റെ അകത്ത് വന്നു. അതെ, ഹീറോയി പോകുന്ന ആ പ്ലേസ്ക്ക്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് പാക്ക് മനസ്സിലായി. ഓ, അവർ ഇത് ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ഗ്രാൻഡ് പാക്ക് കണ്ട് മനസ്സിലായി. ഗ്രാൻഡ് പാ കണ്ണു ചുമ്പോൾ നോക്കുമ്പോൾ ഗ്രാൻഡ് പാക്ക് നടന്ന കാര്യം ഗ്രാൻഡ് പാക്ക് മനസ്സിലായി. ഓ, ഇവരെ പാർട്ട്ണർ ഇവരെ കണ്ടുപിടിച്ചോ എന്ന് ഗ്രാൻഡ് പാ ഒരുമാതിരി സ്മൃതിച്ചതായിരുന്നു. അപ്പം ഹീറോയിൻ്റെ അച്ഛനും ഹീറോയിൻ്റെ അങ്കിൾ ഹീറോയ്ക്ക് ഒരു രണ്ടുപേർ ഒരു രണ്ടുപേരുന്ന രാഹുലിനെ വേറെ ഒരാൾ മാരേജ് കഴിപ്പിക്കാൻ പറയായിരുന്നു. അതായത് ഇയാൾക്ക് ഡോക്ടർ പയ്യനെ മാരേജ് കഴിക്കാൻ പറഞ്ഞായിരുന്നു. പൂജ പറയായിരുന്നു, എന്താ എനിക്കെന്താ അതേ മോളെ നിനക്ക് ഞാൻ മാരേജ് കഴിക്കാൻ പറഞ്ഞ ഒരു ആക്ടർക്ക് എന്നെ പൊളിച്ചതെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി പറഞ്ഞു എനിക്ക് ആക്ടറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഹീറോയി രണ്ടുപേരും എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയായിരുന്നു. ഹീറോയി ഒച്ച ഉണ്ടാക്കിയായിരുന്നു, മമ്മി ഞങ്ങൾ പോവാന്ന്. രണ്ടുപേരും രണ്ട് മമ്മീനോട് പറഞ്ഞ് അവർ നോക്കാം, അവരോട് ഡേറ്റ് എന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു. രണ്ടുപേരും നിങ്ങൾക്ക് മാരേജ് ഇഷ്ടമില്ലെന്ന് ഒറ്റ ഓട്ടം ഓടിപ്പോയായിരുന്നു. ശരി, അവർക്ക് ഓക്കെയാണെ പറഞ്ഞു നോക്കാമെന്ന്. അങ്ങനെ രണ്ടുപേരും ഓടിപ്പോയായിരുന്നു. അവർ ഇത് കൊറിയൊക്കെ ട്രിപ്പ് പോകാമെന്ന് അവർ ഒറ്റ ഓട്ടം ഓടിയായിരുന്നു കൊറിയക്ക്. ഇതിനെ കാണാതെ അവർ അച്ഛനൊക്കെ ഷോക്കായിരുന്നു. രണ്ടുപേരും അച്ഛനൊക്കെ ഷോക്കായി. എൻ്റെ വീട്ടുകാരോട് സംസാരിച്ചു, സോറിപ്പാ അവർ പഠിക്കാൻ പോയിരുന്നു അവർ എന്ന് പറഞ്ഞു ഇങ്ങനെ തയങ്ങിയായിരുന്നു. ശരിപ്പാ അങ്ങനെയായിട്ട് പറഞ്ഞു. ആ മാരേജ് എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ആയിരുന്നു. ശരി, അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞായിരുന്നു. അവർ രണ്ടുപേരും സമാധാനമാക്കി. അവർക്ക് രണ്ടുപേരും ടെൻഷനായി. എവിടെയൊക്കെ ഓടിപ്പോയി. ഗ്രാൻഡ് പാ രണ്ടുപേരും സമാധാനമാക്കിയായിരുന്നു. അങ്ങനെ ഹീറോയി കൊറിയക്ക് പോയായിരുന്നു. കൊറിയക്ക് പോയിട്ട് അവർ രണ്ടുപേരും എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി ഞാനിവിടെ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഹീറോയി ജോലിയായിട്ട് എൻജോയ് ചെയ്യാതെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഒരു ഡ്രിങ്ക്സ് പാർട്ടി ക്ലബ് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഹീറോയിട്ട് പറയായിരുന്നു, ചേച്ചി ഈ പാർട്ടിക്കൊന്നും ഞാൻ പോകുന്നത് ഇല്ലടി, ഇത് ക്ലബ്ബാണ്, ഈ ക്ലബ്ബൊക്കെ ഞങ്ങൾ വേണ്ട പോകുന്നത് എന്ന് ഹീറോയിൻ്റെ ചേച്ചി പറഞ്ഞ് ഒരു വീട്ടിൽ അവിടെ അടുത്തുള്ള വീട്ടിലൊരു പാർട്ടി ഉണ്ടായിരുന്നു. അതിലെല്ലാവരും വന്നായിരുന്നു. ഹീറോയിനെ വിളിച്ചായിരുന്നു. ഹീറോയി വന്നായിരുന്നു. അങ്ങനെ ഹീറോയിനോട് കുടിച്ചിട്ട് കുറച്ച് ഡ്രിങ്ക് കുടിച്ച് ഒരുമാതിരി ഹീറോയ്ക്ക് അതിലൊരു ചെക്കൻ ഹീറോയിനോട് ഇങ്ങനെ ക്ലോസ് ആവുന്നിരിച്ചായിരുന്നു. ഹീറോയി അപ്പർ സൈഡിൽ പോയായിരുന്നു. റോഡ് ചേഞ്ച് ആയിരുന്നു. ജിമ്മിൻ്റെ വീട്ടിലായിരുന്നു. ഹീറോയി അവിടെ നിന്ന്